എന്ത് എന്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? മഹേഷേട്ടാ, നമുക്കേ ഈ പരിപാടി വെച്ച് നിർത്താം. അതായിരിക്കും എനിക്കും മഹേഷേട്ടനും നല്ലത്. മഹേഷേട്ടൻ എന്നോട് കാണിച്ചതൊക്കെ ചതിയിൽ കലർന്ന ഒരു സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇനി മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. എന്ത് ചതിയാ ഞാൻ നിന്നോട് ചെയ്തത്? വേണ്ട മഹേഷേട്ടാ. നിനക്കിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഞാൻ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മഹേഷേട്ടാ. മഹേഷേട്ടൻ എങ്ങനെയാണെന്നും എന്താണെന്നും ഞാൻ വേണ്ട വേണ്ട സ്വപ്നത്തിൽ പോലും ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. വേണ്ട മഹേഷേട്ടാ, നുണ പറയല്ലേ പ്ലീസ്. ഉള്ള സ്നേഹം ഇല്ലാതാക്കല്ലേ. എനിക്ക് 10-12 വയസ്സായൊരു മോനുണ്ട്. അതും മറന്നിട്ടാ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ സ്നേഹം നടിച്ചു വന്നപ്പോ ഞാൻ അതിനൊക്കെ സമ്മതിച്ചിട്ട്. പക്ഷെ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ അവന് മുന്നോട്ട് പോകില്ല. ഇതെന്താ നിനക്കെന്താ എന്തിപ്പോ ഇങ്ങനെയൊക്കെ തോന്നാന്? ഞാൻ ഒരു തരത്തിലും ചതിച്ചിട്ടില്ല നിന്നെ. പിന്നെ എന്ത് കുഴപ്പമെന്താ? എന്തിനാ മഹേഷേട്ടൻ ഇങ്ങനെ എന്നോട് ഇങ്ങനെ? നീ എവിടുന്ന് എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. പെട്ടെന്ന് നീട്ടിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ മഹേഷേട്ടനോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഇന്ന് കാണണമെന്ന് പറഞ്ഞതും. ഓക്കെ, ഇവിടെ വന്നാൽ മാത്രമല്ലേ എനിക്ക് മഹേഷേട്ടനെ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാ ഞാൻ ഇന്ന് ഈ കാളം ഒരുക്കിയതും മഹേഷേട്ടനെ കാത്തിരുന്നതും. ഓക്കെ, മഹേഷേട്ടൻ എന്നോട് നുണ പറഞ്ഞു വരണ്ട. മഹേഷേട്ടൻ ഒരു ഡ്രൈവറാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ പോലെ ഒരുപാട് വീട്ടമ്മമാരെ മഹേഷേട്ടൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ ചെയ്യും. എന്താ ഇങ്ങനെ പറയുന്നത്? തെളിവ് വേണോ മഹേഷേട്ടനക്ക്? എന്ത് തെളിവ്? ഒരു തെളിവും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വേറെ ഒരു പെണ്ണിന്റെ അടുത്ത് അങ്ങനെയൊന്നും കാണിക്കുകയും സംസാരിക്കുക, എനിക്ക് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അടുപ്പമൊന്നുമില്ല. നിന്നോട് മാത്രമേ ഉള്ളൂ. അതൊരു ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമാണ്. ഈ പൊള്ളയായ വാക്കുകളൊക്കെ കേട്ടിട്ട് മഹേഷേട്ടനെ പ്രേമിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ ഓരോ പെണ്ണിന്റെ അടുത്തും അവരെ കെട്ടിയവന്മാരല്ലാണ്ട് മറ്റൊരാണടുത്ത അത് അവളുടെ ശരീരം മോഹിച്ചിട്ടാണെന്ന്. ഞാൻ അങ്ങനെ മോഹിച്ചിട്ടൊന്നല്ല. എന്തോ യാദൃച്ഛികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളത് സത്യം. അല്ലാതെ ഞാൻ ഇതൊരു കെണിയായിട്ട് ഒരുക്കി നിന്നെ ട്രാപ്പാക്കിയതൊന്നും അല്ല. തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്ത് തെളിവ്? അങ്ങനെ ഒരു തെളിവുമില്ല. ഞാൻ അങ്ങനെ ഒന്നും നിന്നോട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാനും പോകുന്നില്ല. പിന്നെ നീ എന്താ ഇങ്ങനെ പറയണത്? അതൊക്കെ വെറുതെ നിന്റെ തോന്നല് മാത്രമാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നെ മഹേഷേട്ടന്റെ ഫോണും തുറന്നു. അല്ല, ഫോൺ ഇതിലൊന്നും ഒന്നുമില്ല. ഇതെന്തിനാ തുറക്കണേ? ഇതില് എന്റെ കുറച്ച് പേഴ്സണൽ ഡാറ്റാസ് ഉണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നും ഇതിലില്ല. മഹേഷേട്ടൻ ഫോൺ തുറക്ക്. ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ഇതിൽ വെച്ചിരിക്കാന്ന് ഈ വരുന്നത്? എന്റെ അടുത്തേ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറില് മഹേഷേട്ടൻ വാട്സപ്പില് നല്ല കുറുക്കലും വീഡിയോ കോളും എന്റെ അടുത്തേക്ക് ഇതുപോലെ വരുന്ന പോലെ അവളുടെ അടുത്തേക്കും പോണ കാര്യമൊക്കെ എനിക്കറിയാം. ഇതൊക്കെ നിന്നെ ആര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്? നീ മറന്ന് നീ കിടന്നു ഉറങ്ങിക്ക. ശരിയാണ്, എന്റെ തെറ്റിദ്ധാരണയാണ്. പക്ഷെ അത് മഹേഷേട്ടനാണ് എന്റെ തെറ്റിദ്ധാരണ. ഇനി വേണ്ട മഹേഷേട്ട. നീ എന്തെങ്ങനെ പറഞ്ഞ എനിക്കത് വല്ലാത്ത വിഷമാവും. അത് സാരമില്ല. ഒന്നില്ലെങ്കിലും നാളെ എന്റെ ആൺകുട്ടി വളർന്നു വരുമ്പോ ഈ ബന്ധം അറിഞ്ഞ ഞാൻ എന്റെ മോനോട് എന്താ പറയാ? അവനൊന്നും ഇത് അറിയാൻ പോണില്ലല്ലോ. മഹേഷേട്ടൻ അറിഞ്ഞു. എന്തെങ്ങനെ പറയണേ? മഹേഷേട്ടനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. മഹേഷേട്ടനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചും സ്നേഹിച്ചിട്ടില്ലേ? വേണ്ട മഹേഷേട്ട. ഒത്തിരി ആൾക്കാർ മഹേഷേട്ടനെ സ്നേഹിക്കാനുള്ള സമയത്തെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഒരുപാട് ആൾക്കാർ സ്നേഹിക്കാണ്ടാവുമ്പോ ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ഉണ്ടാവില്ല മഹേഷേട്ട. ചെല്ലു മഹേഷേട്ട, ഞാൻ ഇറക്കി വിടുന്നില്ല മഹേഷേട്ടനെ. നീ എന്തെങ്ങനെയൊക്കെ പറയണത്? എനിക്കിത് തീരെ താങ്ങാൻ പറ്റണില്ല. ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട് നിന്നെ. നീ വെറുതെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചിന്തിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്റെ ചിന്തയല്ല മഹേഷേട്ട. എന്താണ് നിനക്ക് തോന്നുന്നത്? എന്താണിത്? ഇതിന്റെ കാര്യം എന്താ ഉള്ളത്? വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് ചിന്തിച്ചിട്ട് നിനക്ക് തോന്നുന്നതാണ്. മഹേഷേട്ടന് ആനി അറിയോ? എനിക്കറിയില്ല, അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. എന്നാ ഞാൻ അടിക്കാൻ പറയുന്ന നമ്പറിലേക്ക്. ഇതിൽ അങ്ങനെ പല ആൾക്കാർ കസ്റ്റമേഴ്സിന്റെ നമ്പർ ഉണ്ടായിരിക്കും. ഞാൻ ഡ്രൈവർ അല്ല, അപ്പൊ അതിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും വിളിക്കുന്ന നമ്പറുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ എനിക്ക് അവരോട് പ്രണയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നത് വെറുതെ മനസ്സിങ്ങനെ ഇടുങ്ങി ചിന്തിച്ചിട്ടല്ലേ. ശരി, മഹേഷേട്ടൻ മേലാൽ ഈ വീടിന്റെ പടി കയറരുത്, എന്നെ വിളിക്കരുത്. എനിക്ക് താല്പര്യമില്ല മഹേഷേട്ടനെ. ഒരു പെണ്ണൊരാണിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ അവിടെ അവസാനിപ്പിക്കണം. അവിടെ അങ്ങനെ അവസാനിപ്പിക്കേണ്ടതാണോ നമ്മള് തമ്മിലുള്ള ബന്ധം? വിട് മഹേഷേട്ടാ.
നമ്മുടെ ഈ ബന്ധം തുടർന്നപ്പോ മഹേഷേട്ടൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് മേടിച്ചത് 500 രൂപയാ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പിന്നെ അത് 1000 ആയി, 5000 ആയി. പിന്നെ എൻ്റെ ഒരു വളയായി. ഇപ്പൊ വാങ്ങി വാങ്ങി നിങ്ങൾ എൻ്റെ അടുത്ത് 5 പവൻ മേടിച്ചിട്ടുണ്ട്. പൈസയായിട്ട് വേറെ. അതൊന്നും എനിക്ക് തിരിച്ചു തരണ്ട. വളയൊക്കെ ഞാൻ എടുത്തോളാം. പക്ഷെ ആനിയുടെ അടുത്തൊന്നും ഇതുപോലെ നിങ്ങൾ നീ മേടിച്ചിട്ടില്ല. എന്തിനാ ഇപ്പൊ ഈ കണക്കൊക്കെ പറയണത്? ഞാൻ ആനിയുടെ അടുത്ത് ഒന്നും വാങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യ. അത് ഞാൻ എന്റെ കൊക്കിൽ ജീവണ്ടെങ്കിൽ ഞാൻ അടുത്ത് തരും ചെയ്യും. എനിക്ക് വേണ്ട. നിങ്ങളിങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഇപ്പൊ ഞാൻ നല്ല തോന്നലാണ്. രീതിയിലേക്കാ നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്, സംശയമാണിത്. എന്റെ ഒരു തോന്നലും സംശയമില്ല. ഇതെല്ലാ വളരെ പെണ്ണുങ്ങൾക്കും മാന്യമായിട്ട് തന്നെ ഞാൻ പറയുന്നത്. അല്ലല്ല, ഇതെല്ലാ എന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്കുള്ള ഇറങ്ങിപ്പോണം. സംശയരോഗമാണ്. മഹേഷേട്ടൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഈ എന്തെങ്ങനെയൊക്കെ പറയണേ? എന്നെ ചിരിച്ചുകൊണ്ട് ചതിച്ചിട്ട് ഞാനിപ്പോ വളരെ നല്ല രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. എടോ ഈ ഒന്ന് വിശ്വസിക്ക് പ്ലീസ്. ഞാൻ ചതിച്ചിട്ടില്ല. മഹേഷേട്ടാ ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാൻ. പോടോ.